യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇസഹാക്ക്, ഏശാവ്, യാക്കോബ്, ആ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതായ ചില സംഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിലൂടെ ദൈവം നമ്മളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക പാഠങ്ങളെയും കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നാം അലക്ഷ്യമാക്കിയാൽ നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്. ആ സന്ദേശത്തിൽ നിന്നും നമ്മൾ വളരെ ആത്മീക പാഠങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ തുടക്കത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇസഹാക്ക് വൃദ്ധനായി അവൻ്റെ കണ്ണ് കാൺമാൻ വഹിയാതവണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ച് അവനോട് മകനെ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണദിവസം അറിയുന്നതുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ കുടുംബം പ്രവേശിക്കുന്നത്. കാരണം ആ ഭവനത്തിൻ്റെ എല്ലാമായ ഇസഹാക്ക്, ആ പിതാവ്, തൻ്റെ വാർദ്ധക്യത്തിൻ്റെ വളരെ പ്രയാസങ്ങളിലേക്ക് കടക്കുന്നതായ സന്ദർഭമാണ്. തൻ്റെ മരണദിവസം അടുത്തു എന്നുള്ളതായ ഒരു വിലാപം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഭവനത്തിലെ അവസ്ഥ നമുക്കറിയാം. മക്കൾ ഉണ്ടാകുന്നതായ ആ സമയത്ത് ആ ഭവനം നേരിട്ടതായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഒരു ഭവനത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്നറിയപ്പെടുന്നതായ ജ്യേഷ്ഠാവകാശം എന്നുള്ളതായ വിഷയത്തിൽ മൂത്ത മകനായ ഏശാവ് ആ ജ്യേഷ്ഠാവകാശത്തെ നിന്ദിച്ചു കളഞ്ഞു, അലക്ഷ്യമാക്കി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതുനിമിത്തം ആ ഭവനത്തിനുണ്ടാകാവുന്ന പ്രയാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത്. കാരണം ഏശാവ് അവൻ അഭക്തനായിട്ട് മാറി. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശത്തെ അവൻ ത്യജിച്ചു കളഞ്ഞു, അവൻ അലക്ഷ്യമാക്കി. പിന്നത്തേതിൽ അവൻ നിലവിളിച്ചുവെങ്കിലും അവന് ആ അനുഗ്രഹം ലഭിച്ചില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ നന്മകളെ നാം ത്യജിച്ചു കളഞ്ഞാൽ എല്ലാ മേഖലകളിലും നമ്മൾ തിരസ്കരിക്കപ്പെടുന്നവരായി മാറും, നമ്മൾ നശിക്കുന്നവരായിട്ട് മാറും. ഈ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യാക്കോബിനും ഏശാവിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാക്കോബ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. തൻ്റെ സ്വഭാവം ഉപായത്തിൻ്റെതും അതുപോലെ വഞ്ചനീയമായിട്ടുള്ള സ്വഭാവം യാക്കോബിനുണ്ടായിരുന്നെങ്കിലും ആത്യന്തികമായി യാക്കോബ് ദൈവത്തിൽ ആശ്രയിച്ചു. എന്നാൽ ഏശാവ് അങ്ങനെയല്ല. അവനൊരു ഉപകാരിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഏശാവ് ദൈവത്തിൽ ആശ്രയിക്കാത്തതായ ഒരു വ്യക്തിയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവൻ ഭക്തനല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു, അഭക്തനായൊരു വ്യക്തിയായിരുന്നു. ഇന്നും ആളുകൾ പൊതുവെ നല്ല പ്രവൃത്തികളെ ആശ്രയിച്ച് നിൽക്കാറുണ്ട്. നല്ല സ്വഭാവം, നല്ല ജീവിത രീതികൾ, അവയൊക്കെയാണ് വളരെ അപ്രീഷ്യബിൾ എന്നുള്ള ചിന്താഗതിയിൽ അനേകർ ജീവിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ആളുകൾ പറയാറുണ്ട്, നന്മകൾ ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ, വളരെ സമൂഹത്തിന് ഗുണകരമായി നിൽക്കുന്നതായ ആളുകൾ, ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ വളരെയധികം പ്രശംസിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഈ വേദഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി ഭക്തനല്ലാതായി പോയാൽ അവന് അത് വലിയൊരു നാശമായിരിക്കും. എത്രത്തോളം മനുഷ്യരെ പ്രസാദിപ്പിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചാലും നാം എല്ലാവരും തന്നെ ഒരു മരണ ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ മരണ ദിവസത്തിനും അപ്പുറം നമുക്കൊരു ജീവിതമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ഭക്തനായിരിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യുക എന്നുള്ളതിൽ മാത്രം തൃപ്തിപ്പെടാതെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും തന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നും ആ ദൈവഭക്തനായി ഞാൻ ഇരുന്നെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥമുള്ളൂ എന്നുള്ളതും നാം മനസ്സിലാക്കണം. നോക്കുക, ഈ ലോകത്തിനു വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. മറിച്ച് നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോഴും ദൈവഭക്തനായി ജീവിച്ചാൽ അത് ഈ ലോകത്തിന് നല്ലതാണ്, അതേപോലെ തന്നെ നമ്മുടെ ഭാവിക്കും നല്ലതാണ്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഒരു ധനവാനായ മനുഷ്യൻ അവൻ തൻ്റെ വയലെല്ലാം വിതച്ച് കൊയ്തെടുത്ത് ഗോതമ്പെല്ലാം കളപ്പുരയിൽ കൂട്ടിവെച്ചിട്ട് താൻ തന്നോട് തന്നെ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, നാളെ ചാകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അന്ന് രാത്രി ആ മനുഷ്യനോട് പറഞ്ഞു, മൂഢ, ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ എവിടെയാകും?
നിന്റെ അവസാനം നീ എവിടെയാണ് ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് അതിന് മറുപടിയില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവവിഷയപരമായി നാം സമ്പന്നർ ആകുന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ നാം എന്ത് സമ്പാദിച്ചാലും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഏശാവിനെ പോലെ ഒരുപക്ഷെ നിങ്ങൾ മിടുക്കരായിരിക്കാം. ഏശാവിനെ പോലെ നിങ്ങൾ വളരെ കായിക ബലമുള്ള ആളുകളായിരിക്കാം. തൻ്റെ അപ്പനായി ഇസ്ഹാക്ക് എപ്പോഴും ആശ്രയിക്കുന്ന വ്യക്തി ഏശാവായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഏശാവിനെ വിളിച്ചിട്ട് പറയുന്നത്, മകനെ, ഞാൻ മരിക്കാറായിരിക്കുന്നു. എന്നിട്ട് താൻ പറയുന്നു, തനിക്ക് വേട്ടയിറച്ചി കൊണ്ടുവന്ന് പാചകം ചെയ്ത് കൊടുക്കണം, അതിനുശേഷം ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ള സൂചന ഇവിടെ ഏശാവിനോട് ഈ ഇസ്ഹാക്ക് പറയുക. ഇസ്ഹാക്ക് ഒരു ദൈവഭക്തനായിരുന്നു. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക്, അവൻ വളരെ ധനവാനായി തീർന്നു. കാരണം ദൈവം അവനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ദൈവം ഇസ്ഹാക്കിനോട് സംസാരിക്കുകയും ദൈവം പറയുന്ന പോലെ ഇസ്ഹാക്ക് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു ഭക്തി മൂത്ത മകനായ ഏശാവിനില്ലായിരുന്നു. എന്നാൽ ഏശാവിനെ ഈ ഇസ്ഹാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവൻ വളരെ കായിക ബലമുള്ളവനായിരുന്നു, വളരെ സ്നേഹമുള്ളവനായിരുന്നു. എന്തു പറഞ്ഞാലും ചെയ്യുന്നതായൊരു സ്വഭാവം ഏശാവിനുണ്ടായിരുന്നു. അതെ, ഈ ഇസ്ഹാക്കിന് ഏശാവിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇസ്ഹാക്ക് ഏശാവിൽ കാണാത്ത ഒരു കാര്യമാണ് യഹോവ ഭക്തി. പക്ഷെ ആ ഭക്തി യാക്കോബിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് ജ്യേഷ്ഠാവകാശം എന്നുള്ള ആ അനുഗ്രഹത്തെ വിലമതിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവഭക്തി ജീവിതത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ഈ ഭൂമിയിൽ ചെയ്തെന്ന് പറഞ്ഞാലും അതെല്ലാം തന്നെ വ്യർത്ഥമായിട്ട് മാറും. അങ്ങനെ ആകാതിരിക്കാൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവഭക്തിയിൽ നിങ്ങൾ നിൽക്കണം. ദൈവത്തോടുള്ള ബന്ധം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. എന്നിട്ട് നാം ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് എന്നേക്കും നിലനിൽക്കുവാൻ, അത് എന്നേക്കും സ്മരിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. അതെ, യഹോവ ഭക്തനായിരുന്ന് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ദൈവഭക്തിയുടെ പ്രാധാന്യം പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ ദിവസം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ പലരും ഞങ്ങളുടെ ആരോഗ്യത്തിലും ഞങ്ങളുടെ സമ്പത്തിലും പുകഴ്ചയുള്ളവരായി ജീവിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചിന്തയില്ലാത്തവരാണ്. അത് നിമിത്തം ഉണ്ടാകുന്ന അപകടങ്ങൾ എന്താണെന്നുള്ളത് ഇന്ന് ഈ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് കേൾപ്പാൻ തക്കൊന്നിടയാക്കിയതിനായി സ്തോത്രം. ഇസ്ഹാക്ക് ഏശാവിനെ ആശ്രയിച്ചു. പക്ഷെ ഒരിക്കലും ഇസ്ഹാക്ക് ഉറപ്പ് വരുത്തിയില്ല തൻ്റെ മൂത്ത മകനായ ഏശാവ് യഹോവ ഭക്തനാണോ അല്ലയോ എന്നുള്ളത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവഭക്തരായിരിക്കാം. നാം ഈ ഭൂമിയിൽ എന്ത് ചെയ്താലും ദൈവഭക്തി ഇല്ലാതെ നാം ചെയ്താൽ എല്ലാം വൃഥാവായിട്ട് മാറും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലസ് യു ആൾ.